ഒരു കാലത്ത് ഇന്ത്യയുടെ ആകാശത്തിലെ രാജാവ്. വ്യോമയാന രംഗത്ത് ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്തിയ എയർ ഇന്ത്യ ബോയിങ് 747. 50 വർഷക്കാലം ഇന്ത്യക്ക് വേണ്ടി പറന്നിരുന്ന ഈ ഭീമൻ വിമാനങ്ങൾ ഇന്ത്യയോട് വിട പറഞ്ഞിരിക്കുന്നു. 2024 ഏപ്രിൽ 22 മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും US-ലെ പ്ലെയിൻഫീൽഡിലേക്ക് പറന്നുയർന്നത് എയർ ഇന്ത്യ ബോയിങ് 747-ന്റെ അവസാന വിമാനമായിരുന്നു. ഇന്ത്യയോട് ബൈ ബൈ പറഞ്ഞായിരുന്നു 747 പറന്നുയർന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വലിയ ഭീമൻ വിമാനങ്ങൾ വാങ്ങിച്ച എയർ ഇന്ത്യ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത്? ലോക വ്യോമയാന രംഗത്ത് മുൻപന്തിയിൽ എത്തേണ്ടിയിരുന്ന എയർ ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചത്? വലിയ വിമാനങ്ങൾ വിറ്റഴിച്ചു, ബാക്കി വരുന്ന വിമാനങ്ങളൊക്കെ പ്രൈവറ്റ് കമ്പനിക്ക് വിട്ടുകൊടുത്തതോടുകൂടി ഇന്ത്യക്ക് സ്വന്തമായ ഒരു വിമാനമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യയിലെ പ്രൈവറ്റ് വിമാന കമ്പനികളെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് പിറകോട്ട് പോയാൽ മികച്ച സർവീസ് നടത്തിയിരുന്ന 2 വിമാനങ്ങളാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായത്. അതിലൊന്നാണ് ഗോ എയർ. യാത്രക്കാർക്ക് ഏറെ ഇഷ്ടപ്പെട്ട വിമാന സർവീസായിരുന്നു ഗോ എയർ നൽകിയിരുന്നത്. രണ്ടാമത്തെ വിമാനമായിരുന്നു ജെറ്റ് എയർവേസ്. ഗൾഫ് രാജ്യങ്ങളിൽ സർവീസ് നടത്തിയിരുന്ന ജെറ്റ് എയർവേസ് യാത്രക്കാർക്ക് നല്ല അനുഭവങ്ങളായിരുന്നു പങ്കുവച്ചത്. കൂടുതൽ യാത്രക്കാരുള്ള ഗൾഫ് മേഖലയിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്ക് എങ്ങനെയാണ് നഷ്ടം സംഭവിക്കുന്നത്? മറ്റു രാജ്യത്തിൻ്റെ വിമാന കമ്പനികൾ ഇന്ത്യയിലേക്കുള്ള സർവീസിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ആ മേഖലയിലുള്ള യാത്രക്കാരുടെ തിരക്കുകൾ കാരണമാണല്ലോ. പിന്നെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിമാനങ്ങൾ നഷ്ടത്തിലാകുന്നതും നിർത്തലാക്കുന്നതും? ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് മിക്കപ്പോഴും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്. സമയത്തിന് യാത്ര ആരംഭിക്കാതെ മണിക്കൂറും ദിവസങ്ങളും എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്ന ദുരവസ്ഥ പലർക്കും ഉണ്ടായിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ 2024 മെയ് 7 മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസ് പണിമുടക്കിയപ്പോൾ എത്ര യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത്? എത്ര പേർക്കാണ് പല നഷ്ടങ്ങളും സംഭവിച്ചത്? ഈ ഒരു വിഷയത്തിൽ ഓരോ പ്രവാസിയുടെയും ചോദ്യം ഇതാണ്: എന്നാണ് എയർ ഇന്ത്യ മികച്ച സർവീസുമായി തിരിച്ചു വരിക? പ്രവാസ ലോകത്ത് നിന്ന് പ്രിയപ്പെട്ടവരെ കാണാൻ ഓടി വരുമ്പോൾ മികച്ച യാത്ര നൽകാൻ സ്വന്തം രാജ്യത്തിന് പറ്റിയില്ലെങ്കിൽ പിന്നെന്താണ്? പഴയകാല വ്യോമയാന രാജാവായി എയർ ഇന്ത്യ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ.